മനസ്സിലായില്ലേ? അവിടെയാണ് ദുരുപയോഗം. അപ്പോൾ മതാധ്യാപനങ്ങൾ, ഭഗവത്ഗീതയുടെ ഇതിവൃത്തം യുദ്ധമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഗ്രന്ഥാണ്, ഭീകരവാദത്തിന്റെ ഗ്രന്ഥാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ബൈബിളിൽ യുദ്ധ നിയമങ്ങൾ പറയുന്നുണ്ട്, ആ നിയമം മാത്രം എടുത്തിട്ട് ബൈബിൾ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഇതാണ് സഹോദരങ്ങളെ, ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അവിടെ പരസ്പരം അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും സമാധാനത്തിന്റെ, ശാന്തിയുടെ അധ്യാപനങ്ങളാണ് മതം പഠിപ്പിക്കുന്നത് എന്ന്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങുന്ന ഏത് ശ്രമങ്ങളെയും നാം കണ്ടറിയേണ്ടതുണ്ട്. മുമ്പൊക്കെയുള്ള പരസ്പര സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും അവസ്ഥക്ക് പകരം വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും നാമ്പുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ യമൻ തുടങ്ങി വെച്ചത് കൊണ്ട് അതൊന്ന് അവസാനിപ്പിക്കട്ടെ. ആ യമനിലെ ഷിയാക്കൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആജീവനാന്ത ശത്രുക്കളായ ജൂതന്മാർ, അവരുണ്ടാക്കിയ കക്ഷിയാണ് ഷിയായിസം. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ മുസ്ലിം വേഷം ധരിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഇതിന്റെ ഉള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഷിയ എന്ന കക്ഷി. അവരാണ് ഹറമിൽ രക്തം ചിന്തിയത്. അവരാണ് ഒരു ഭാഗത്ത് യമനിൽ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗം. സൗദി അറേബ്യ, UAE തങ്ങളുടെ ഇഷ്ടപ്രകാരം അങ്ങോ യമനിലേക്ക് പോയിട്ടില്ല. മറിച്ച് യമനിലെ നിലവിലുള്ള ഭരണകൂടം സഹായം അഭ്യർത്ഥിച്ചു. ഇവിടെ ഹൂത്തികൾ അവർ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു, നിങ്ങളുടെ സഹായം വേണം. മുമ്പ് ശ്രീലങ്ക നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ. അപ്പോൾ സഹോദരങ്ങളെ, അതിന്റെ പേരിലാണ് മറ്റു രാഷ്ട്രങ്ങൾ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പുറത്തു നിന്നാണ് ഹൂത്തികൾ എന്ന വിഭാഗം അടങ്ങുന്ന ഷിയായിസം തന്നെ ലോകത്തുണ്ടായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അവരുടെ വിശ്വാസം വേറൊന്ന്, പ്രവാചക ചര്യയെ കുറിച്ച് മറ്റൊരു വിശ്വാസമാണ്, നടപടിക്രമങ്ങളെ കുറിച്ച് വേറെ വിശ്വാസമാണ്. ഈ വിശ്വാസം മുഴുവനും വേറെ വെച്ച് പുലർത്തുമ്പോൾ, എന്നാൽ അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ ഒറ്റയടിക്ക് നമുക്ക് പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അന്ന് ഹജ്ജിന് വരുന്നത് പോലും ഷിയാക്കളെ തടഞ്ഞതിന് ശേഷം പിന്നീട് ഗവൺമെന്റ് സൗദിയിൽ അത് അനുവാദം കൊടുത്തിട്ടുള്ളത്. എന്റെ ഓഫീസിൽ ഒരു സഹോദരൻ ചോദിച്ചു, പെരുന്നാൾ കഴിഞ്ഞപ്പോ ആ മസ്ജിദ് കായബയുടെ ചുറ്റും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുന്നുണ്ട്, ഈ കറുത്ത സാധനത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഒരു ന്യായമായ ചോദ്യമാണത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നതോ ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കായബയുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. കായബയെ ആരാധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. കായബ ഒരു സൃഷ്ടിയാണ്, പടച്ചുണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കി, പിന്നീട് വീണ്ടും വീണ്ടും പുനർനിർമ്മാണങ്ങൾ നടന്നു അവിടെ തന്നെ. അപ്പോൾ ആ സൃഷ്ടിച്ചുണ്ടാക്കിയ കായബയെ അല്ല, കായബയുടെ രക്ഷകനെയാണ് ആരാധിക്കേണ്ടത്. അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല. ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അറബി ബൈബിൾ എടുക്കൂ, ലോകത്തിന്റെ സൃഷ്ടാവിന് കൊടുത്തിരിക്കുന്ന പരിഭാഷ അള്ളാഹു എന്നാണ്. ഹൈന്ദവ ലഘുലേഖകളും പുസ്തകങ്ങളും മൊത്തത്തിൽ അറബി ഭാഷയിൽ കുറവാണ്. എന്നാൽ അല്പം എടുത്ത് പരിശോധിച്ചു നോക്കൂ, പരബ്രഹ്മത്തിന്, സാക്ഷാൽ ആരാധ്യന് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ കൊടുത്ത അർത്ഥം അള്ളാഹു എന്നതാണ്. അഥവാ അള്ളാഹു എന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്, എന്നെയും നിങ്ങളെയും അറിയുന്ന ലോകത്തിന്റെ നാഥന് അറബിയിൽ പറയുന്ന പേരാണ്. അപ്പോൾ ഈ അറിവ്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, പ്രവാചക ചര്യയെ കുറിച്ചുള്ള ഈ അറിവിന്റെ അഭാവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യമായി തന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ സ്പീക്കറുടെ അടുത്ത് ചെന്നു. ജി കാർത്തികേയൻ, അദ്ദേഹം സ്വീകരിച്ചു. 1.5 മണിക്കൂറോളം സമയം ജി കാർത്തികേയനുമായി സംസാരിച്ചു. ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഖുർആൻ പരിഭാഷ കൊടുത്തു. അതെന്താ ജി കാർത്തികേയൻ, ഞങ്ങൾ എന്തിനാ ഖുർആൻ പരിഭാഷ കൊടുക്കുന്നത്? ഞങ്ങളുടെ മാതൃക പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ജപ്പാനിലെയും ചൈനയിലെയും ഭരണാധികാരികൾക്ക് ഭഗവത്ഗീത സമ്മാനം കൊടുത്തു. അവർ രണ്ടുപേരും ഹൈന്ദവരല്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മോദി താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഭഗവത്ഗീതയുടെ സന്ദേശം ആ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ സന്ദർശനത്തിൽ പോലും അദ്ദേഹം ഭഗവത്ഗീത കൊടുത്തു. ഒരു മാതൃകാപരമായ നിലപാടാണത്. അവരുടെ ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ബുദ്ധമതക്കാർക്ക് മാത്രമല്ല, മറിച്ച് ഹൈന്ദവനായ മോദി ഈ രണ്ട് രാജ്യങ്ങളിലെയും നേതാക്കന്മാർക്ക് ഭഗവത്ഗീത കൊടുത്ത വാർത്ത ഫസ്റ്റ് പേജിൽ നമ്മൾ വായിക്കുന്നു.
അതാണ് പരസ്പരം അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും കൈമാറുവാനുമുള്ള വിശാല മനസ്കത. ആ വിശാല മനസ്കത നമുക്കുണ്ടാകണം, ആശയപരമായ ചർച്ചകൾ. എന്നാൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സമീപനങ്ങൾ പാടില്ല. ഒരു മുസ്ലിമിന് പാടില്ലാതെ വലാത്തസുബ്ബു, അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത് എന്നത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. എന്റെ സംസാരം ശപിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും അറിയാം ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിം അല്ലാത്തവർക്കും അറിയാം. എന്തുകൊണ്ട്? ഇസ്ലാം പഠിപ്പിക്കുന്ന സാക്ഷാൽ ആരാധ്യൻ ഒരു വിഗ്രഹത്തിൽ കൊല്ലില്ല, ഒരു ജാറത്തിൽ കൊല്ലില്ല. കാരണം ആ വിഗ്രഹം നിർമ്മിക്കാൻ ആവശ്യമായ, ആ ജാറം നിർമ്മിക്കാൻ ആവശ്യമായ പദാർത്ഥത്തിന്റെ സൃഷ്ടാവാണ് പടച്ചോൻ. ആ പടച്ചവനെ ഒരു വിഗ്രഹത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ വിഗ്രഹം പൊട്ടിത്തെറിച്ചു പോകും. കാരണം വിഗ്രഹത്തിന്റെ മന്ദരിയ സൃഷ്ടിച്ചോൻ ആ പടച്ചോൻ. എന്നാൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ നിന്ദിക്കാൻ, പരിഹസിക്കുവാൻ ഒരു മുസ്ലിമിന് പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ഒരു ഹൈന്ദവന് ഹൈന്ദവ മതമാണ് ശരിയെന്ന് എന്നോട് പറയാം, സംസാരിക്കാം. പക്ഷേ ഞാൻ പടച്ചവനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പെണ്ണിട്ടുന്ന പരിപാടിയല്ലേ എന്ന് പറഞ്ഞ് എന്നെ നിന്ദിക്കരുത്. ഒരു ഹൈന്ദവ സഹോദരൻ ഈ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു, പൂണൂലി ധരിച്ചിരിക്കുന്നു, ഒരു തോർത്തുമുണ്ട് മാത്രം, ചെരുപ്പ് പോലും. എന്തൊരു മനുഷ്യനായാള്, ചെരുപ്പ് പോലും. മതനിന്ദയാണത്, പാടില്ല. അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്, അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ മുടി മുഴുവൻ കളി, എന്താ ചങ്ങായി മൊട്ടയടിച്ച് നടക്കുന്നു പറയരുത്. അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആശയപരമായി അവരവരുടെ ആശയങ്ങൾ പറയാം. പക്ഷേ മറ്റു മതങ്ങളെ നിന്ദിക്കുവാനോ മറ്റു മതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ പരിഹസിക്കുവാനോ ആരും ശ്രമിക്കരുത്. ഇവിടെ പല മതത്തിന്റെ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മതത്തിന്റെ പിന്തുണയുണ്ടോ? അവിടെയാണ് നാം പരിശോധിക്കേണ്ടത്. ഇല്ല, മതം അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാൾക്കുനാൾ വളർന്നു വരുന്നു. പ്രവാചകൻ പഠിപ്പിച്ചു, ഖബർ സിയാറത്ത്, മരണപ്പെട്ടു പോയ ആളുകളെ അടക്കം ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ സന്ദർശിക്കുക എന്ന് പറയുന്നത് പുണ്യമുള്ള കാര്യമാണ്. എന്തിനാണ് ഖബറുകൾ സന്ദർശിക്കുന്നത്? ആ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. 2, ഞാനും മരണപ്പെട്ടു പോകേണ്ടവനാണല്ലോ, എന്റെ മരണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാൻ. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസികൾ എന്താ ചെയ്തത്? ഈ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു, എന്നിട്ട് കച്ചവടാക്കി മാറ്റി. വാർത്ത വായിച്ചു, മമ്പുറം ജാറം ലക്ഷങ്ങൾക്ക് ലേലം ചെയ്തു, മയ്യത്ത് കച്ചവടം. ഇതെന്താ കോഴിമുട്ടയോ? ഇതെന്തോ കവുങ്ങോ തെങ്ങോ ലേലം ചെയ്യാൻ? ഒരാൾ മരിച്ചാൽ അതും കച്ചവടം. നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു അവിടുത്തെ വരുമാനത്തിന് ടാക്സ് വേണ്ട. ഈ മയ്യത്ത് കച്ചവടത്തിന്റെ ടാക്സ് ഗവൺമെന്റിന് വേണ്ടാന്ന് ഗവൺമെന്റ് പോലും തീരുമാനിച്ചു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു അത് ആത്മീയ കച്ചവടമാണ്. ഒരാൾ മരിച്ചാൽ അയാളെ കച്ചവട വസ്തുവൊക്കെയല്ല വേണ്ടത്. മമ്പുറം തങ്ങളുടെ കബറിന്റെ അടുത്ത് പോയാൽ മമ്പുറം തങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കാൻ അവിടെ പോകാം. പടച്ചോനെ, ഞാനും ഇതുപോലെ മരിച്ചു, വലിയ മനുഷ്യന്മാരെ മരിച്ചു, അതുപോലെ ഞാനും മരിച്ചു വരേണ്ടവനാണല്ലോ എന്ന ചിന്തയുണ്ടാക്കാൻ അവിടെ പോകാം. അല്ലാതെ മമ്പുറം തങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ അവിടെ പോകരുത്. കാരണം മുഹമ്മദ് നബിയെ ആരാധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. മാത്രമല്ല, അല്പസമയം കഴിയുമ്പോൾ സന്ധ്യയാകും, നമ്മുടെ പരിപാടിക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടാകും. ആ സന്ദർഭത്തിൽ തൊട്ടടുത്ത പള്ളികളിൽ പോയും യാത്രക്കാർ പിന്നീടും നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരത്തിലും ഒരു മുസ്ലിം പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ രക്ഷ കൊടുക്കണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണേ. മുഹമ്മദ് നബിയെ അനുഗ്രഹിക്കണേ, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് ഓരോ മുസ്ലിമും തന്റെ നമസ്കാരത്തിൽ അടക്കം പ്രാർത്ഥിക്കണം. അവിടുന്ന് ഒരു യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധ സന്ദർഭങ്ങൾ രാജ്യത്തിനുണ്ടാകാം. അത്തരം സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ ഒരു സഹോദരൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, ആ യുദ്ധത്തിലെ യോദ്ധാവാകാൻ വേണ്ടി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രായമായ മാതാപിതാക്കൾ. അടുത്ത വാചകം, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുക, അവിടെയാണ് നിന്റെ ജിഹാദ്. ശ്രദ്ധിക്കണം, ഇദ്ദേഹം വന്നതെന്തിനാ? യുദ്ധം ചെയ്യാൻ.
ജിഹാദ് എന്നാൽ യുദ്ധം എന്നാണ് പലരും മനസ്സിലാക്കിയതും തെറ്റിദ്ധരിപ്പിക്കുന്നതും. യുദ്ധം ചെയ്യാൻ, അതും സായുധ സമരം നടത്താൻ, ആയുധമെടുത്ത് പോരാടാനുള്ള നിർദ്ദേശം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ യുദ്ധാഹ്വാനം കേട്ടുവന്ന സഹോദരനെ മാതാപിതാക്കൾ, അതും ദുർബലരായ പ്രായമായ രോഗികളായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് എന്നറിഞ്ഞപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ അയച്ചു. നിന്റെ ജിഹാദ് നിന്റെ വീട്ടിലാണ്. ഇവിടെ സഹോദരങ്ങളെ, ജിഹാദ് എന്നതുകൊണ്ട് യുദ്ധമാണെങ്കിൽ മാതാപിതാക്കളെ പോയി കുത്തിക്കൊല്ലാനാണോ പ്രവാചകൻ പറഞ്ഞത്? അല്ല. അവിടുത്തെ ജിഹാദ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് മരുന്ന് കൊടുക്കലാണ്, മാതാപിതാക്കളുടെ കൈപിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകലാണ്, അവരെ കുളിപ്പിച്ചു കൊടുക്കലാണ്, അവരുടെ മലമൂത്ര വിസർജനം ആവശ്യമായ സന്ദർഭങ്ങളിൽ സന്തോഷത്തോടുകൂടി വൃത്തിയാക്കി കൊടുക്കലാണ്. വർഷങ്ങളോളം ഇവരുടെ മടിത്തട്ടിലായിരുന്നു ഞാൻ മലമൂത്ര വിസർജനം ചെയ്തത്. സന്തോഷത്തോടുകൂടി എന്റെ മാതാപിതാക്കൾ ആ വാസന സഹിക്കാതെ സന്തോഷത്തോടുകൂടി എന്നെ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ അവസരമാണിത്. ഒരിക്കലും വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയക്കേണ്ടവരല്ല ഇവർ. വൃദ്ധസദനം എന്ന് പറയുന്നത് പുരോഗതിയുടെ അടയാളമല്ല. ഈ സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തിലും വൃദ്ധസദനം ഉണ്ടാക്കെന്ന് പറയുമ്പോൾ അത് വികസനത്തിന്റെ അടയാളമായി പറയേണ്ടതല്ല, അത് അധോഗതിയുടെ അടയാളമായി പറയേണ്ടതാ. ഒരു മാതാവിനെയും പിതാവിനെയും ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങൾ പരിചരിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ച് പരിചരിക്കുകയാണ് വേണ്ടത്. പറഞ്ഞുകൊണ്ട് വരുന്നത് ജിഹാദ് എന്ന പദം അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധവകൾക്ക് വേണ്ടിയുള്ള പരിശ്രമം, ഉദാഹരണം 24-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചുപോയി. ഈ മരിച്ചുപോയ ഭർത്താവിന് ശേഷം വിധവയായി കഴിയുന്ന ഈ പെണ്ണും ഒരു മനുഷ്യന്. ആ മനുഷ്യ സഹോദരി തന്റെ മരണം വരെ ഒരു ഭർത്താവില്ലാതെ ജീവിക്കുക എന്നത് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? അവൾക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തെ പ്രവാചകൻ പറഞ്ഞത് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജിഹാദിൽ യുദ്ധം പെടില്ലേ? പെടും. അതും അറിയണം. ജിഹാദിന്റെ പരിധിയിൽ യുദ്ധം പെടും. അഥവാ അനിവാര്യ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അടിവരയിടണം. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ട്. ആ ഭരണകൂടത്തിന് കീഴിൽ വേറെ കുറച്ച് ആൾക്കാർ നിയമം കയ്യിലെടുക്കലല്ല. നമ്മുടെ മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങാടിയിൽ ഉപ്പും പെട്ടിമേൽ ഇരിക്കുന്ന അല്പം വിവരമില്ലാത്തവർ അറിയാതെ പറഞ്ഞു പോകുന്നതിൽ നിന്നും ക്രൂരമായ പരിഹാസവും പ്രവാചകനെ നിന്ദിക്കലും ആ പ്രൊഫസർ നടത്തി. എന്തുണ്ടായി? കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. അവിടുത്തെ ക്രിസ്ത്യൻ MLA-യും MP-യും പറഞ്ഞു ശരിയായില്ല നിലപാട്. അദ്ദേഹം ഒളിവിൽ പോയി. അവിടുത്തെ ആ സ്ഥാപനത്തിന്റെ മേധാവികൾ, ക്രൈസ്തവ സമൂഹം മുസ്ലിങ്ങളോട് മാപ്പ് പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചത്? മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലർ പോയി അദ്ദേഹത്തിന്റെ കൈവെട്ടി. അപ്പൊ പിന്നെ റൂട്ട് മാറി, അദ്ദേഹം ഹീറോ ആയി, അദ്ദേഹം നല്ല ആളായി മാറി. നല്ല ആളാകുമോ? ഇതുകൊണ്ട് അദ്ദേഹത്തോട് ചെയ്തത് എന്താ? അവിടെ എന്താ തെറ്റ്? പ്രവാചകനെ നിന്ദിക്കുന്നു ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണോ കൈവെട്ടിയത്? എങ്കിൽ പ്രവാചകനോടാണ് സ്നേഹമെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രവാചകൻ എന്തു പഠിപ്പിച്ചു എന്ന് നോക്കണം. എന്താ പഠിപ്പിച്ചത്? പ്രവാചകൻ നിയമം കയ്യിലെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇതേ സംഭവം സൗദി അറേബ്യയിലാണെന്ന് കരുതുക. സൗദി അറേബ്യയിൽ ഒരു സഹോദരൻ, മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, പ്രവാചകനെ നിന്ദിച്ചു. ആ വിവരം നമുക്ക് കിട്ടി. നമുക്ക് അയാളെ തൊടാൻ പാടില്ല. ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, കോടതിയിൽ പോകാം. ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയാണ്, ഭരണകൂടമാണ്. ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ ഗൾഫിലായിരുന്നു എന്ന് കരുതുക. നാട്ടിൽ വന്നപ്പോൾ എന്റെ അനിയനെ വേറൊരാൾ കൊന്നിരിക്കുന്നു. ഞാൻ അങ്ങാടി ഇയാളാണ് നിങ്ങളുടെ അനിയനെ കൊന്നത്, അയാൾക്ക് എനിക്ക് കാണിച്ചു തരികയാണ്. ഞാനൊരു മുസ്ലിമാണോ? അവനെ കൊല്ലാൻ എനിക്ക് പാടില്ല. എന്റെ അനിയനെ കൊന്ന ആ വികാരം എത്ര ഉണ്ടാകും? എന്റെ അനിയനെ കൊന്ന വ്യക്തി എന്റെ തൊട്ടു മുമ്പിൽ കാണിച്ചു തന്നാൽ പോലും, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ പോലും അയാളെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. എന്താ കാര്യം? ക്രിമിനൽ നിയമം നടപ്പാക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം ഭരണകൂടമാണ്. ഇനി ഇസ്ലാം അല്ലാത്ത ഭരണകൂടാണോ?
അവിടെ ഏത് ഗവൺമെന്റ് ആണ് ഉള്ളത്, അവരാണ് നിയമം നടപ്പാക്കേണ്ടത്. അവിടെയാണ് കൈവെട്ടിന് മുജാഹിദ് പ്രസ്ഥാനം അനിസ്ലാമികം എന്ന് പറയുന്നത്. അവർ ചെയ്തത് പ്രവാചക നിന്ദയാണ്. പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തെ കുടിച്ചു മൂടിയിട്ടല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഇതാണ് മതം. ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, മതം ഇതാണ്. അതാണ്. ആരാണ് നിയമം നടപ്പിലാക്കേണ്ടത്? കട്ടവന്റെ കൈ മുറിക്കണം, കക്കാൻ കാത്തിക്കാൻ മുറിക്കാനല്ല, മറിച്ച് തെളിവ് സഹിതം ഇനിയൊരു മോഷണമില്ലാതിരിക്കാൻ വേണ്ടി കോടതി അത് വിധിച്ചു കഴിഞ്ഞാൽ കട്ടവന്റെ കൈ മുറിക്കേണ്ടത് ആരാ? ഒരു മുസ്ലിം പൗരനല്ല. കട്ടവന്റെ കൈ മുറിക്കാൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാ. കൊല്ലേണ്ടത് കൊല്ലാൻ നിയോഗിക്കപ്പെട്ട ആരാച്ചാരാണ്, അല്ലാതെ പൗരന്മാരല്ല. അവിടെയാണ് അധ്യാപകന്റെ കൈവെട്ടിയ ആ മുസ്ലിം സഹോദരങ്ങൾ പ്രവാചകനെ നിന്ദിച്ചിരിക്കുന്നു. പ്രവാചകന്റെ മുമ്പിൽ വെച്ച് പ്രവാചകനെ അധിക്ഷേപിച്ചില്ലേ? പ്രവാചകൻ എന്താ ചെയ്തത്? കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞതാ. ആ പറഞ്ഞ ആശയത്തിന് ഉടൻ തന്നെ തന്റെ അനുയായിയോട് മറുപടി പറയാൻ പറഞ്ഞു. രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ജിഹാദിന്റെ പരിധിയിൽ യുദ്ധവും വരും. ഏതുപോലെ? കേരളം ഇന്ത്യയിൽപ്പെട്ടതാണ്. കേരളം എന്നാൽ ഇന്ത്യയാണ്. വ്യത്യാസമുണ്ട്. കേരളം ഇന്ത്യയിൽപ്പെട്ട, ഇന്ത്യയിൽ ധാരാളം സംസ്ഥാനമുണ്ട്. ആ കൂട്ടത്തിലൊരു സംസ്ഥാനമാണ് കേരളം. കേരളം എന്നാൽ ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ജിഹാദിന്റെ പരിധിയിൽ നന്മക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കും. വർഗീയ ധ്രുവീകരണത്തിനെതിരെ കരുവഞ്ചാലിൽ നടക്കുന്ന ജിഹാദാണിത്. ഞങ്ങൾ ഇപ്പോൾ നടത്തുന്ന ജിഹാദ് ഒരു പരിശ്രമമാണ്. എത്ര ദിവസമായി ഇതിന് പരിശ്രമം തുടങ്ങിയിട്ട്? ഈ പന്തല് കെട്ടി സംവിധാനം ഒരുക്കി. എന്തിന്? ജമാഅത്തുകാരെ പോലെ വോട്ട് പിടിക്കാനല്ല, SDPI പോലെ വോട്ട് പിടിക്കാനല്ല, ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയം കരിക്കാനല്ല. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ആ സത്യം ജനങ്ങളോട് പറയാൻ. ഈ പരിശ്രമത്തിന് ഇസ്ലാമിൽ ജിഹാദ് എന്നാണ് പറയുക. എന്നാൽ ആ ജിഹാദിന്റെ പരിധിയിൽ യുദ്ധം വരും. ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സായുധ സമരത്തിന് യാതൊരു വകുപ്പുമില്ല. ഇന്ത്യയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു 25-ാം അധ്യായത്തിലെ 52-ാമത്തെ ആയത്തിൽ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഖുർആൻ കൊണ്ട് ഏറ്റവും, ഖുർആൻ എടുത്ത് കുത്തല, ഖുർആൻ എടുത്ത് എറിയല അല്ല. പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളുടെ പ്രചാരണം. ഇന്ത്യയിൽ നടക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദിന് തയ്യാറല്ല എന്നാണ് ബാലകൃഷ്ണേട്ടനോട് ആ കടക്കാരൻ പറഞ്ഞത്. ഞാൻ ആ ജിഹാദിനൊന്നും തയ്യാറല്ല, നിങ്ങൾക്ക് ഖുർആൻ തരില്ല. അത് അയാളുടെ തറവാട് സ്വത്താണെങ്കിലല്ലേ? അല്ല, ബാലകൃഷ്ണേട്ടൻ്റെ കൂടിയാണ് ഖുർആൻ പറയുന്നു ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. മാനവർക്കുള്ള മാർഗദർശനം. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഈ ഗൃഹ സന്ദർശനം സംസ്ഥാനത്തെ 1,17,00,000 വീടുകളിൽ, കരുവഞ്ചാലിൽ മാത്രമല്ല സംസ്ഥാനത്തെ 1,17,00,000 വീടുകളിൽ ഇപ്പോൾ 7 ലക്ഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ 10,000-ൽ പരം ഖുർആൻ പരിഭാഷകൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് പണമില്ല. അത്രയധികം ഖുർആൻ പരിഭാഷകൾ കൊടുക്കാൻ പണമില്ല. എന്നാൽ ദാനശീലമുള്ള ചില ആളുകൾ പറഞ്ഞു, ഖുർആൻ ചോദിച്ചതല്ലേ, അതുകൊണ്ട് ആ ട്രാൻസ്ലേഷന്റെ ചെലവ് ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അവരുടെ സ്വത്തിൽ നിന്ന് അവർ തന്ന ദാനം ഉപയോഗിച്ച് പ്രസ്സിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ ഖുർആൻ പരിഭാഷ കൊടുക്കാൻ. എന്നിട്ടാ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവും. അറബികൾ പറയാ, ഇങ്ങനെ തൊടാൻ പാടില്ല, ഞങ്ങൾ മുസ്ലിമീങ്ങൾ 2 ആളെന്നെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് അങ്ങനെ മുസ്ലിമീങ്ങളായി. അവർ ഖുർആൻ പഠിച്ചു, മനസ്സിലാക്കി, ശരിയാണെന്ന് തോന്നിയപ്പോൾ അവർ സ്വീകരിച്ചു. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അവിടെയും ഒരു കാരണവശാലും നിർബന്ധം പാടില്ല. നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് അനിസ്ലാമികമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു മതത്തിൽ യാതൊരു മതത്തിൽ നിർബന്ധമില്ല. സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിൽ മതത്തിൽ നിർബന്ധമില്ല. നിർബന്ധ മതപരിവർത്തനം പാടില്ല. അതേപോലെ പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം, അരി കൊടുക്കുക, പഞ്ചസാര കൊടുക്കുക, പൈസ കൊടുക്കുക, എന്നിട്ട് മതത്തിലേക്ക് കൊണ്ടുവരിക. പൊട്ടത്തരല്ല ഇത്. വയനാടിൽ ഒരു ആദിവാസി കേന്ദ്രത്തിൽ ഒരു മതവിഭാഗം പോയി അവരോട് കുറെ സംസാരിച്ചു. എന്നിട്ടോ
അവർക്ക് കുറെ വാഗ്ദാനങ്ങൾ കിട്ടിയപ്പോൾ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഈ വിഗ്രഹം ഒഴിവാക്കി നിങ്ങളുടെ മതത്തിന്റെ വിഗ്രഹം അവിടെ വെക്കാന്ന് പറഞ്ഞു. ഒരു വെച്ചു. ഈ വിവരം അറിഞ്ഞ് മറ്റേ മതക്കാർ ഓടി വന്നു. ഒരു 2 ചാക്ക് അരിയല്ലേ പറഞ്ഞത്, ഞങ്ങൾ 4 ചാക്ക് വരെ, എന്നാ പിന്നെ അതെടുത്ത് മറ്റേ നാട് വെച്ചു. എന്നാ സംസാരിച്ചത് ആമാശയത്തോടാ. ഇത് പൊട്ടത്തരമാണ്. അതുകൊണ്ട് ഈ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അല്ല മതം പ്രചരിപ്പിക്കേണ്ടത്. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വിശ്വാസിയുടെ ബാധ്യതയാണ്.